നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹത്തെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുപോകാൻ അവർ ശ്രമങ്ങൾ നടത്തി. ലിവർപൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. പക്ഷേ ലിവർപൂൾ അദ്ദേഹത്തെ ഇപ്പോൾ വിൽക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിനൊരു വിലയിട്ടുകൊണ്ട് ലിവർപൂളിൽ നിന്ന് ജനുവരിയിൽ തന്നെ കൊണ്ടുപോകാൻ റയൽ ആഗ്രഹിക്കുന്നുണ്ട്. 18 മില്യൺ യൂറോ കൊടുത്തേക്കും എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ റയലിന് താല്പര്യമുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നുള്ള അവരുടെ ആ തന്ത്രത്തിലേക്ക് അപ്പോൾ അവർ നീങ്ങും എന്ന തരത്തിലും വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു കൺഫർമേഷൻ നൽകുകയാണ് ഫബ്രീസിയോ റൊമാനോ. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ മാഡ്രിഡിൻ്റെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ഡീലിലെ സ്റ്റാൻസ് വളരെ കൃത്യമാണ്. അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതായത് ഇഫ് വോണ്ട് ബി പോസിബിൾ ടു നെഗോഷിയേറ്റ് വിത്ത് ലിവർപൂൾ ഇൻ ജനുവരിയിൽ ലിവർപൂളുമായിട്ട് നെഗോസിയേഷൻ നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ റയൽ മാഡ്രിഡ് വിൽ പുഷ് വിത്ത് ദി പ്ലെയർ ടു ബ്രിങ് ഹിം ഇൻ ആസ് എ ഫ്രീ ഏജന്റ് ഫോർ ജൂലൈയിൽ അദ്ദേഹത്തെ ഫ്രീ ഏജൻ്റായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലേക്ക് റയൽ മാഡ്രിഡ് കടക്കും. എന്നാലും ഒഫീഷ്യൽ കോണ്ടാക്ട്സ് ട്രെൻഡും റയൽ മാഡ്രിഡും തമ്മിലുള്ള ഒഫീഷ്യൽ കോണ്ടാക്ട്സ് അധികം വൈകാതെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. കാര്യം വളരെ വ്യക്തമാണല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. അപ്പം 6 മാസം മുമ്പ് കോൺട്രാക്ട് എക്സ്പയർ ആകുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് താരത്തിന് നെഗോസിയേഷൻസിൽ ഏർപ്പെടാം. അപ്പോൾ അതിന് ലിവർപൂളിന് അനുവാദം വേണ്ട. അതാണ് ഫിഫയുടെ നിയമം. സോ അതുകൊണ്ട് തന്നെ അത് മുതലെടുക്കുക, താരവുമായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് സ്ഥാപിക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ലിവർപൂൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പണം കൊടുത്തിട്ട് താരത്തെ വിട്ട് നൽകുന്നില്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഫ്രീ ഏജന്റ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള സ്റ്റാൻഡിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളത്. എന്തു വന്നാലും TAA ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനെ തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ തന്നെയാണ് റയൽ എന്ന ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.